28,000 രൂപ കൊണ്ട് എനിക്ക് കളയണമെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോണാണ് ഓപ്പോൻ്റെ F27 Pro Plus എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഇതിൽ എന്താണ് Pro Plus എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ വേരിയൻ്റ് ഒന്നുമില്ല. അതായത് ഈ പ്രോയോ അങ്ങനത്തെ വേരിയൻ്റ് ഒന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഉള്ളൊരു വേരിയൻറ്റ് കിടില സ്പെസിഫിക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്. അതും 28,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ 27,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് കിടിലം സ്പെസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് കൂടിപ്പോയി. ഒരു 5-4 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നില്ല. 8 മെഗാ പിക്സലൊക്കെ എന്ന് പറയുന്നത് 28,000 റുപ്പീസിന് കുറച്ച് ഓവറായിട്ടുള്ള സ്പെസിഫിക്കേഷനാണ്. അതുപോലെ തന്നെയാണ് ക്യാമറ സ്പെസിഫിക്കേഷൻ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ ഇടുന്നുണ്ട്. അത്ര തന്നെ. പിന്നെ കാണുമ്പോൾ 4 ക്യാമറയൊക്കെ പോലെ ഇരിക്കും. കാരണം 4 ക്യാമറയൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. ഒറ്റ ക്യാമറ തന്നെ ധാരാളമാണ്. പിന്നെ OISO അൾട്രാ വൈഡോ ഒന്നും കൊടുത്തിട്ടില്ല. പകരം ഒരു മാക്രോ കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും മാക്രോ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്രാ വൈഡ് ഒന്നും ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടൊരു ഫോട്ടോ എടുക്കാനും പറ്റും. മാക്രോ ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റും. അതും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് വലിയ കംപ്ലൈൻസ് ഒന്നും എനിക്കില്ല. എന്നാൽ 64 മെഗാ പിക്സലിൻ്റെ സെൻസർ കൊടുക്കേണ്ടായിരുന്നു. അതിന് പകരം നമുക്കൊരു 12 മെഗാ പിക്സലോ ഒരു 10 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറോടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഫോൺ ഒരു പെർഫെക്റ്റ് ക്യാമറ ഫോണും കൂടെ ആയത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ഈ ഒരു പ്രൈസിന് വൻ തോൽവിയാണ്. അങ്ങനെ പറയാനുള്ള ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ സെൽഫി ക്യാമറയും തുടങ്ങുകയാണെങ്കിൽ 8 മെഗാ പിക്സലാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് മെഗാ പിക്സലിലെ കാര്യമില്ല, മെഗാ പിക്സൽ കൊണ്ടൊന്നും അല്ല സാംസങ് ഗാലക്സി S24 അൾട്രയുടെ സെൽഫി അടിപൊളിയായിട്ടിരിക്കുന്നത്. കാരണം S24 അൾട്ര നോക്കുകയാണെങ്കിൽ 10 മെഗാ പിക്സലേ ഉള്ളൂ. ഈ ഫോണിൽ 8 മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഓപ്പോൻ്റെ F27 Pro Plus എന്ന് പറയുന്ന ഫോണിന് നല്ലൊരു ചിപ്സെറ്റ് കൊടുത്തിട്ടില്ല. Dimensity 7050 ചിപ്സെറ്റാണ്. നല്ലൊരു ISP ഒന്നും ഈ ഒരു ചിപ്സെറ്റിൽ വരുന്നില്ല. പിന്നെ ISP എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് എന്തായാലും പവർഫുൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസിനും നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് ഒന്നും ഈ ഒരു പ്രോസസ്സിംഗ് വൈസ് വരത്തില്ല. മാത്രമല്ല സോഫ്റ്റ്വെയറും നല്ല ഒപ്റ്റിമൈസ്ഡ് ഒന്നും അല്ല ഓപ്പോ ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ഇതേ സെയിം 8 മെഗാ പിക്സലാണ് ഓപ്പോ ഓരോ ബഡ്ജറ്റ് ഡിവൈസിലും വയ്ക്കുന്നത്. അതായത് ഒന്നും ചെയ്തില്ല, ബഡ്ജറ്റിലുള്ള സെയിം സെൻസർ എടുത്ത് ഇവിടെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ക്യാമറയുടെ പ്രോസസ്സിംഗ് 64 മെഗാ പിക്സലിൻ്റെ സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ്ങും വളരെ ജനറിക് ആണ്. അതായത് ഇതിൽ നിന്നും ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ള ഫോൺസ് നമുക്ക് ആ പ്രൈസ് പോയിന്റിന് മേടിക്കാൻ പറ്റും. പിന്നെ ഒരു ക്യാമറ മാത്രമേ ബാക്കിൽ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ ഒരു മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേരാണ് മാക്രോ ക്യാമറ യൂസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ മാക്രോ ക്യാമറ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കാണാൻ പറ്റത്തില്ല. പിന്നെ മെയിൻ സെൻസറിൽ OIS കൊടുത്തിട്ടില്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതായത് ഈ ക്യാമറ സെൻസർ ഇങ്ങനെ മൂവ് ചെയ്ത് വീഡിയോസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല. ഫോണിൽ അങ്ങനെ കാര്യമായിട്ട് നല്ല കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇതേ Dimensity 7050 ചിപ്സെറ്റ് നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. കാരണം ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ഫോണാണ്. ഓഫ്ലൈനിൽ ഇങ്ങനെയൊക്കെ സ്പെസിഫിക്കേഷൻ കിട്ടാറുള്ളൂ. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്നും തന്നെ പറയാനില്ല. പിന്നെ Dimensity 7050 എന്ന് പറയുന്ന സെയിം ചിപ്സെറ്റ് നമുക്ക് 15,000 രൂപയ്ക്ക് നമുക്ക് റിയൽമിയുടെ P1 എന്ന് പറയുന്ന ഫോൺ കിട്ടുന്നുണ്ട്. റിയൽമി നോക്കുകയാണെങ്കിൽ ഓപ്പോൻ്റെ സബ് ബ്രാൻഡാണ്. റിയൽമി നോക്കുകയാണെങ്കിൽ 15,000 രൂപയേ ഉള്ളൂ. റിയൽമിയിൽ നോക്കുകയാണെങ്കിൽ Dimensity 7050 ചിപ്സെറ്റും ഇതേപോലെ ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. റിയൽമിയുടെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 16 മെഗാ പിക്സലാണ് 15,000 റുപ്പീസിന് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 മെഗാ പിക്സലാണ്. മെഗാ പിക്സലിൽ എത്ര കാര്യമില്ലെന്ന് പറഞ്ഞാലും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഇവിടെ ഡെലിവറി ചെയ്തതിന് പറ്റുന്നില്ല. റിയൽമിയുടെ ഓപ്പോൻ്റെ 16 മെഗാ പിക്സലോ അതിഭീകര ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും 8 മെഗാ പിക്സൽ അതിൽ നിന്നും ലോവർ ക്വാളിറ്റിയാണ്. വളരെ ഒരു ആർട്ടിഫിഷ്യൽ എഫക്റ്റ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് ചെയ്യുന്നത് ടോട്ടലി കാണാൻ പറ്റുന്നത്. ബാക്ക് ക്യാമറയിൽ ആ ഒരു മെയിൻ ക്യാമറ മാത്രമേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബെറ്റർ ക്യാമറ പെർഫോമൻസ് നമുക്ക് 28,000 റുപ്പീസിന് കിട്ടും. സാംസങ്ങിൻ്റെ S21 FE ഉണ്ട്. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഡിവൈസുകളുണ്ട്. മോട്ടറോള Edge 50 Pro ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ക്യാമറ പെർഫോമൻസ് ആണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഈ ഒരു ഫോണിൽ ആകെ ഉള്ളത് ഇതിൻ്റെ IP റേറ്റിംഗ് ആണ്. IP69 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈ പ്രഷർ വാട്ടറിൽ കൊണ്ടിട്ടാലും ഈ ഒരു ഫോണൊന്നും പറ്റത്തില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു IP69 വരുന്നത്. പിന്നെ 68 നോർമൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ 66ഉം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ടോട്ടലി എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫോണ് വാട്ടർ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി എടുത്തില്ല. ഇനിയിപ്പോൾ എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും IP69 സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും വെള്ളം കാരണം ഈ ഒരു ഫോൺ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ കമ്പനി ഒന്നും തന്നെ തരത്തില്ല. വാറണ്ടി പോലും ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇനിയിപ്പോൾ എത്ര വല്ല IP റേറ്റിംഗ് ഉള്ള ഫോണാണെങ്കിലും S24 അൾട്ര എടുത്ത് വെള്ളത്തിൽ മുക്കി കംപ്ലൈൻറ്റ് വന്നാൽ പോലും അവർ വാറണ്ടി എടുത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറയുന്ന ഒരു
എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ മാത്രമാണ് എന്നും പറഞ്ഞ് വെള്ളത്തെ കൊണ്ട് മുക്കാൻ ഒരു കമ്പനിയും പറയത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഫോൺ ഒരു കർവ്ഡ് AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്, അതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ്. ഇവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോൺ ഭയങ്കര ഡ്യൂറബിൾ ആണ്, എടുത്തെറിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് കുറെ യൂട്യൂബേഴ്സ് ഇത് കാണിക്കുന്നുണ്ട്, അതായത് ഈ ഫോൺ തറയിലിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ തറയിലിട്ട് കാണിക്കുമ്പോൾ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവർ തറയിടുന്നതെല്ലാം ടൈൽസിലാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആണ്, അതുപോലെ തന്നെ ടൈൽസ് നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആണ്. ഈ ഫോൺ ഒരു സ്ട്രൈറ്റ് സർഫസിലൊന്ന് വീഴുമ്പോൾ ഫോണിനൊന്നും തന്നെ പറ്റത്തില്ല. ഒരു കോൺക്രീറ്റ് തറയോ അല്ലെങ്കിൽ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു സർഫീസിൽ ഇടുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഈസി ആയിട്ട് ക്രാക്ക് ആവും. ഇതിപ്പോൾ S24 Ultra ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും ക്രാക്ക് ആവും. പിന്നെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ഇവർ ഭയങ്കര ഡ്യൂറബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴച്ചൊക്കെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഈസി ആയിട്ട് എൻ്റെ പെയിൻ്റൊക്കെ ഇളകി വരുന്നതാണ്. കാരണം മെറ്റൽ ഫ്രെയിം ഒന്നുമല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഞാനൊരിക്കലും 28,000 റുപ്പീസ് മുടക്കി ഈ ഒരു ഫോൺ ഒരിക്കലും തന്നെ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ വാങ്ങണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഓഫ്ലൈൻ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ്, ഇത്രയും ലോവർ ചിപ്സെറ്റ് ഒക്കെ കൊടുക്കുന്നതെങ്കിലും ഇതിന്റെ ക്യാമറ പെർഫോമൻസ് വളരെ മോശമാണ് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. കാരണം ഓഫ്ലൈൻ സെൻട്രിക് സ്മാർട്ട് ഫോൺസിലൊക്കെ നമുക്ക് ഇതിൽ നിന്നും ബെറ്റർ ചിപ്സെറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നും ബെറ്റർ ആയിട്ട് വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എൻ്റെ ക്യാമറ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. 28,000 റുപ്പീസിന് ബെറ്റർ ഡിവൈസുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അത് ഏതൊക്കെയെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാൻ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. 30K എന്ന് പറയുന്ന പ്രൈസ് പോയിന്റ് ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്നും പോക്കോന്റെ സൈഡിൽ നിന്നും മോട്ടോ ഒക്കെ നല്ല നല്ല ഫോൺസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.